ഇലയിൽ ആഹാരം കഴിച്ചിരുന്ന കാലത്ത് എല്ലാ ബന്ധങ്ങളും അരിതപൂർണമായിരുന്നു. ആഹാരം മൺപാത്രത്തിലായപ്പോൾ പരസ്പരം താഴ്മയോടെ ക്ഷമയോടെ ബന്ധങ്ങളെ നിലനിർത്തി. ആഹാരം ലോഹപാത്രത്തിലായപ്പോൾ വർഷത്തിലൊരിക്കൽ ബന്ധങ്ങളെ തേച്ചുമിനുക്കാൻ തുടങ്ങി. ആഹാരം ചില്ലുപാത്രത്തിലായപ്പോൾ ചെറിയൊരു തട്ടലിൽ ബന്ധങ്ങൾ ചിതറാൻ തുടങ്ങി. ഇപ്പോൾ മനുഷ്യൻ്റെ ആഹാരം പേപ്പർ പാത്രത്തിലായപ്പോൾ അവൻ്റെ എല്ലാ ബന്ധങ്ങളും ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന രീതിയിലായി. ചിന്തിക്കുക. വ്യക്തിവിരോധമോ അസൂയയോ സ്വാർത്ഥതയോ ശത്രുതയോ സ്വന്തം കള്ളത്തരങ്ങൾ മറയ്ക്കാനോ വേണ്ടി നിങ്ങളെ തരം താഴ്ത്താനായി നിങ്ങൾക്കെതിരെ ആരൊക്കെ നുണക്കഥകൾ സൃഷ്ടിച്ചാലും പ്രചരിപ്പിച്ചാലും അതിനൊക്കെ സോപ്പ് കുമിളയുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ അവർ മറഞ്ഞിരിക്കാതെ മുമ്പിൽ വന്ന് അത് പറയുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. സത്യമെന്നത് ഈശ്വരൻ തന്നെയാണ്. അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. മാത്രവുമല്ല, ആ നുണക്കഥകൾ സൃഷ്ടിച്ചവർക്കും പിന്തുണച്ചവർക്കും ഇന്നല്ലെങ്കിൽ നാളെ കർമ്മഫലം പലിശ സഹിതം തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് അമിതമായ സ്വാതന്ത്ര്യം ഉള്ളിടത്താണ് നാം അമിതമായ ഇടപെടൽ നടത്തുക. എപ്പോഴെങ്കിലും ആ ഇടത്തിൽ നമ്മുടെ ഇടപെടൽ അസ്വസ്ഥത സൃഷ്ടിച്ചാൽ നമ്മുടെ വില മനസ്സിലാക്കി നാം പിൻവാങ്ങുക. കാരണം നമ്മുടെ വ്യക്തിത്വം നമ്മുടേത് മാത്രമാണ്. അത് വിലയുള്ളതുമാണ്. ആരുടെയും മുന്നിൽ പണയം വയ്ക്കരുത്. നമ്മുടെ നിശബ്ദതയ്ക്ക് പോലും വിലയുണ്ട്.